ഈ ഒരു വീഡിയോയിൽ തന്നെ 2 കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ട്യൂബർ എടുക്കുന്നതും പിന്നെ ആ ട്യൂബർ നടുന്നതുമായിട്ടുള്ള വീഡിയോ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മേലെ കാണുന്ന നമ്മുടെ ലിയാംഗ്ലി എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറിൽ വരുന്ന ഒരു അടിപൊളി വെറൈറ്റി, റെഡ് അല്ല ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ലിയാംഗ്ലി. ഇഷ്ടം പോലെ പൂക്കൾ തരുന്ന ഒരു ബൗൾ ലോട്ടസ് കൂടി കേട്ടോ. ബൗൾ ലോട്ടസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരോട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വലിയ പാത്രത്തിലും വയ്ക്കാം, അതുപോലെ തന്നെ ചെറിയ പാത്രത്തിലും വയ്ക്കാം. ഏത് പാത്രത്തിൽ വെച്ചാലും നമുക്കത് പൂ തരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ്. ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന കുറേ വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലോട്ടസിൻ്റെ ട്യൂബറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കുറേ ആയി നമ്മൾ വിചാരിക്കുന്നത് ലിയാംഗ്ലിയുടെ ട്യൂബർ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ റേറ്റും വളരെ കുറവാണ്. അപ്പോൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിനകത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ലിയാംഗ്ലി പതുക്കെ കൊട്ടുവാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയ പോട്ടിലൊക്കെ വയ്ക്കുന്നതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ ട്യൂബേഴ്സ് വളരെ ചെറുതായിരിക്കും കേട്ടോ. മറ്റുള്ള കാവേരിയൊക്കെ നല്ല വലിയ നമ്മുടെ ഒരു കൈയുടെ വണ്ണൊക്കെ ഉള്ള രീതിക്ക് ട്യൂബേഴ്സ് കിട്ടും. പക്ഷേ ഇതിന് അത്രയ്ക്ക് വലിയ ട്യൂബേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് ആയിരിക്കും മിക്കവാറും എല്ലാത്തിലും കിട്ടുക. കണ്ടില്ല, ചെറിയ ട്യൂബേഴ്സാണ്. ഞാൻ വിചാരിച്ച അത്ര എനിക്ക് ട്യൂബേഴ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. എങ്കിലും കുറച്ച് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇപ്പോൾ നടാൻ വേണ്ടി പോവുകയാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അത് തന്നെ നമ്മുടെ പോട്ടിൻ്റെ അടിയിലേക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടി ചേർത്തിടുക. പിന്നെ ആട്ടുംകാട്ടം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സാധാരണ മണ്ണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനകത്ത് ഇഷ്ടംപോലെ കല്ലുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക കേട്ടോ. പിന്നെ ഒന്നാമത് നമ്മുടെ ചെറിയ ട്യൂബർ, അതുപോലെ തന്നെ ചെറിയ രീതിക്ക് ട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ തരുള്ളൂ. അപ്പം ലിയാംഗ്ലിയൊക്കെ നോക്കുമ്പം നല്ല രീതിക്ക് പോട്ടി മിക്സ് നല്ല രീതിക്ക് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചെറിയ കല്ലില്ലാത്ത മണ്ണ് വേണം കൊടുക്കാൻ. ചെറിയ ചെറിയ കല്ലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് ഇത്രയും വലിയ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുക കേട്ടോ. പിന്നെ നമ്മുടെ മണ്ണ് ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കിട്ടാത്ത ആൾക്കാർ എന്താ ചെയ്യാമെന്നൊക്കെ കേട്ടോ. അപ്പം നിങ്ങളുടെ പരിസരത്തുള്ള സാധാരണ മണ്ണ് മതി. പിന്നെ കുറേ പേര് കണ്ടത് ചളിയൊക്കെ വയ്ക്കുന്നുണ്ട്. ചളിയൊന്നും വേണ്ട, കാരണം ചളിയൊക്കെ വെച്ച് തുടങ്ങി ചിലപ്പം അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ചളി വേണ്ട കേട്ടോ, സാധാരണ മണ്ണ് മതി. ശേഷം നമുക്കൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. നമ്മളുടെ ലിയാംഗ്ലി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പോട്ടിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട്. ഒരു 1/2 ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോരോ പോട്ട് ചെടിക്കനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കാം. അര മുതൽ 3/4 ഭാഗം വരെ നമുക്ക് മണ്ണ് ഇട്ടാൽ മതിയാവും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 1/2 ഭാഗത്തോളം നിറച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചളി രൂപത്തിലാക്കുന്നുണ്ട്. നമുക്ക് അല്ലാണ്ടും കുറേ കല്ല് കഷ്ണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം എന്താ പറയുക, ചളി രൂപത്തിലാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കൊള്ളു നിങ്ങൾ വേഗം തന്നെ കേട്ടോ. അപ്പം വെക്കാൻ വേണ്ട ട്യൂബർ വേണ്ട ആൾക്കാർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ താമര വെക്കാൻ വളരെ സിമ്പിളാണ്. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. എടുക്കുന്നതും വെക്കുന്നത് കൂടെ ഒരു 3 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ കൂടിപ്പോൾ ഒരു 5 മിനിറ്റ് അത്രയും വേണ്ട. നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. 5 മിനിറ്റ് പോലും നമുക്ക് ശരിക്കും വേണ്ട. പിന്നെ നമ്മുടെ ട്യൂബർ ഇതാട്ടോ, നമ്മുടെ ചെറിയ ട്യൂബറാണ്. അപ്പം അതിനകത്തുള്ള കറുത്ത സ്പോട്ടുകളൊക്കെ നമ്മളൊന്ന് എടുത്ത് കളയാട്ടോ, അല്ലെങ്കിൽ അത് ട്യൂബർ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ശേഷം നമ്മുടെ ട്യൂബർ അതിനകത്ത് സൈഡിലൂടെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് അതിൻ്റെ മേത്തിട്ട് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോഡ് ഒരിക്കലും അടിയിലോട്ട് പോകരുത്. അതിൻ്റെ ട്യൂബറിൻ്റെ കിഴങ്ങ് മാത്രം കുറച്ച് അടിയിലോട്ട് പോകുക, ബാക്കി അതിൻ്റെ നോഡുകൾ കംപ്ലീറ്റ് മുകളിലോട്ട് പൊങ്ങി നിൽക്കുക. ശേഷം ഇതുപോലത്തെ നമ്മുടെ താമരയുടെ ഇലയോ അല്ലെങ്കിൽ തന്നെ വാഴയുടെ ഇലയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ചിട്ട് നമ്മുടെ ഓസ് അതിനകത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കലങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കലങ്ങാനുള്ള സാധ്യതയുണ്ട്, മണ്ണ് ഇളകി പോരും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ലോ ആയിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് കേട്ടോ. അപ്പം മണ്ണ് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വയ്ക്കാം.